പെരുമ്പാവൂർ ഒക്കലിൽ പച്ചക്കറിക്കട തീവെച്ച് നശിപ്പിച്ചതായി പരാതി. ഒക്കൽ ആലിഞ്ചുവട്ടിൽ പ്രവർത്തിക്കുന്ന അരീക്കൽ പൗലോസിന്റെ പച്ചക്കറിക്കടയാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. കട പൂർണ്ണമായും കത്തി നശിച്ചു. സ്ഥാപനം കത്തിച്ചവരെ എത്രയും വേഗം കണ്ടെത്തി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കട ഉടമ പൗലോസ് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. അവിടെ ഒന്ന് കിടത്താൻ പറ്റുമെങ്കിൽ ഞാനൊരാളായിട്ട് വഴിയായിട്ടൊന്നും പോയിട്ടില്ല. എനിക്ക് ഒരാളായിട്ട് വഴിയാക്കില്ല. പക്ഷെ ഇത് ചെയ്തത് സ്വല്പം കൂടുതലായിട്ട് ഡിപ്രഷൻ മുടക്കി. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മുടെ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. ഈ പൗലോസാനെ സംബന്ധിച്ചിടത്തോളം ഒരു 1-2 വർഷമായിട്ട് ഇവിടെ ഈ ചെറിയ കച്ചവടമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. തികച്ചും വളരെയേറെ വേദനാജനകമാണ്. കാരണം ഇത് കണ്ടു കഴിഞ്ഞു ഇത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ആ ഒരു കടേനെ മൊത്തമായിട്ട് കത്തിച്ചു കളയുന്ന ഒരു സ്ഥിതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയേറെ വിഷമമുണ്ട്. കാരണം ഒരാളുടെ ഒരു ജീവിതമാർഗത്തെ മനഃപൂർവ്വം ആയ രീതിയിൽ ചെയ്തതിന് തുല്യമാണ് ഈ സ്ഥിതിയിൽ കാണുന്നത്. വളരെയേറെ കാലങ്ങളായിട്ട് പുള്ളി ചെറിയ കച്ചവടം നടത്തി അന്നത്തെ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്ന ഈ മനുഷ്യന്റെ ഈ കട കത്തിച്ചതിൽ വളരെയധികം പ്രതിഷേധാർഹമാണ്. ഞങ്ങൾക്കതൊരു എല്ലാവർക്കും വിഷമമുണ്ട്. അത് മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഉടനെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ. കട ഉടമയുടെ പരാതിയിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, വളരെ സങ്കടകരമായ അവസ്ഥയാണ്. കാരണം ഈ പൗലോസ് ഈ ഒരു കട കൊണ്ടാണ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. അതാണ് കഴിഞ്ഞ രാത്രി സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചത്. ആരാണ് അക്രമത്തിന് പിന്നിലെന്ന് വിവരമുണ്ടോ? പൗലോസ് എന്തെങ്കിലും സംശയമുണ്ടോ? മറ്റു ശത്രുക്കളോ മറ്റോ ഉള്ളതാണോ? എന്താണ് സംഭവിച്ചത്? ഈ കടയിൽ നിന്ന് ലഭിക്കുന്ന ഏക വരുമാനമാണ് പൗലോസും ഭാര്യയുടെയും ഉപജീവന മാർഗം. മറ്റു വരുമാനങ്ങളൊന്നും തന്നെയില്ല. കുറച്ചധികം നാളായി ഈ പ്രദേശത്ത് കട നടത്തുന്ന വ്യക്തിയാണ് പൗലോസ്. മറ്റ് ശത്രുക്കൾ ആരും തന്നെ ഇല്ല എന്ന് പൗലോസ് പറയുന്നു. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. പൗലോസ് ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. പ്രത്യേകിച്ച് ആരുമായിട്ട് ശത്രുതയോ വഴക്കോ ഒന്നും തന്നെയില്ല. നാട്ടുകാർക്കും അത്തരത്തിലുള്ളൊരു പരാതി പൗലോസിനെതിരെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമൂഹിക വിരുദ്ധർ തന്നെയാകാം ഈ കട കത്തിച്ചത് എന്ന് തന്നെയാണ് പൗലോസും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെരുമ്പാവൂർ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. കടയിൽ നിന്നും തീയും പുക ഉയരുന്നത് കണ്ട് അടുത്തുള്ള ഓട്ടോ ഡ്രൈവർമാരാണ് ഇത് ആദ്യം കണ്ടത്. ഉടനെ തന്നെ പൗലോസിനെ വിവരം അറിയിച്ചു. ഇവർ തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും കട പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. കടയിലുണ്ടായിരുന്ന പച്ചക്കറികളും മറ്റു സാധനങ്ങളും ട്രേകളും എല്ലാം തന്നെ നശിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ തന്നെയാണ് ഇപ്പോൾ ആ കടയുള്ളത്. പിന്നീട് അതിന്റെ തൊട്ടടുത്ത് ഈ സേനകൾ സ്വരൂപിക്കുന്ന മറ്റ് വസ്തുക്കളും ചാക്കിൽ കെട്ടിയ വസ്തുക്കളെല്ലാം തന്നെ കത്തി നശിക്കുകയും ചെയ്തു. വലിയൊരു തീ തന്നെയായിരുന്നു ആ സംഭവ സമയം അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് നാട്ടുകാർ എല്ലാവരും ചേർന്നാണ് തീ അണച്ചത്. പക്ഷേ കട പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ തന്നെയാണ്. വലിയ വിഷമത്തിൽ തന്നെയാണ് പൗലോസ്. ഏക വരുമാന മാർഗമായിരുന്നു, ഉപജീവന മാർഗമായിരുന്നു. അത് നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇത് ചെയ്തവർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് തന്നെയാണ് ആവശ്യവും. അതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് ഇപ്പോൾ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ആരംഭിച്ച് അടുത്ത സമീപ പ്രദേശങ്ങളിലെ CCTV അടക്കം പരിശോധിച്ച് പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ഇത് ഇത്രയും ദയനീയമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. പൗലോസ് എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്, കണ്ടാൽ മനസ്സിലാവും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിരുന്നു? അതിൻ്റെ എന്തെങ്കിലും ഒരു പകവീട്ടലായി ഇതിനെ കാണണോ? അതോ എന്താണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ നിഗമനം എന്താണ്? അങ്ങനെ പൗലോസിന് ശത്രുക്കൾ ആരും തന്നെ ഇല്ല എന്നാണ് പൗലോസ് തന്നെ പറയുന്നത്. ശത്രുക്കൾ ആരും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ആരുമായെങ്കിലും വഴക്കുണ്ടാകുകയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. നാട്ടുകാരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പൗലോസ് കുറെ നാളുകളായി അവിടെ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ്.
അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് പ്രദേശവാസികളൊക്കെ സാധനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ശത്രുക്കളോ അങ്ങനെ പ്രശ്നക്കാരോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ആരാണ് ഇത് ചെയ്തതെന്നൊരു കാര്യമാണ് നാട്ടുകാർക്കും പൗലോസിനും അറിയേണ്ടത്. നാട്ടുകാർ പറയുന്ന പ്രകാരം ആദ്യമായിട്ടാണ്, വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന കുറച്ച് ആളുകളാണ് അവിടെ, അല്ലെങ്കിൽ അവിടെ നിരവധി കടകളും ഒക്കെ ഉണ്ട്. ഇതുപോലെ സാധാരണ ഉപജീവന മാർഗം നടത്തുന്ന നിരവധി പേരുണ്ട്. അവർക്കൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കൂടി ഈ സംഭവം മാറി എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സാമൂഹിക വിരുദ്ധർ തന്നെയാകാം ഈ കട പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് എന്ന ഒരു നിഗമനത്തിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൗലോസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ദൃക്സാക്ഷികളുടെ ഒക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തി സമീപത്തുള്ള CCTV അടക്കം പരിശോധിച്ച ശേഷം ഉടനെ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ ഒക്കലിലാണ് പച്ചക്കറിക്കട സാമൂഹ്യ വിരുദ്ധർ തീ വെച്ച് നശിപ്പിച്ചത്.